ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ നടക്കുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർണ്ണാശ്രമ ധർമ്മത്തിലൂന്നിയ സനാതനധർമ്മത്തെ പൊളിച്ചെഴുതാനാണ് ഗുരു ശ്രമിച്ചത് എന്ന് മറന്നുപോകരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ പറഞ്ഞു. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ കടന്നുകയറാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനമായിരുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ പ്രസംഗത്തിലൊരിടത്തും BJP എന്നോ സംഘപരിവാർ എന്നോ പറഞ്ഞില്ല. ചാതുർവർണ്ണ രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന സ്ഥലമായാണ് ശ്രീനാരായണ ഗുരു കേരളത്തെ കണ്ടത്. അതിന് വിഘാതമായ കാര്യങ്ങളെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മതാതീതമായ മാനുഷികത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മം പ്രസ്താവനയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് BJP നേതാവ് വി മുരളീധരൻ വിമർശിച്ചു. ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പ്രസ്താവനയോട് യോജിക്കാത്ത പ്രതികരണം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായി. ഗുരുവിനെ ആരാധിക്കുന്നതിനായ വിമർശനങ്ങൾ പരാമർശിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി സനാതനധർമ്മത്തെ പരാമർശിച്ചത്. മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. 24 തിരുവനന്തപുരം.